ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല പഞ്ഞി പോലത്തെ ദോശയും അതിൻ്റെ ഒപ്പം കിഡിലം മുളക് ചട്നി ആയാലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു മുളക് ചട്നിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം. ഇഷ്ടപ്പെട്ട കൂടിനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ചൂട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. അത് പിളർന്നതായാലും കുഴപ്പമില്ല, മുഴുവനായാലും കുഴപ്പമില്ല. ഞാനിപ്പം മുഴുവൻ ഉഴുന്ന് പരിപ്പാണ് എടുത്തേക്കുന്നത്. ഇനി അത് നമുക്കൊന്ന് ചുമക്കെ വറുത്തെടുക്കണം. നല്ല ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട, ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ ആ ഒരു പരുവൊക്കെ ആവുന്നത് വരെ നന്നായിട്ടിങ്ങനെ വറുത്തെടുക്കണം. നല്ല മണം വരണം. ഇനി ഇതിലേക്ക് 7 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇച്ചിരി എരിവുള്ള മുളകാണ്. നിങ്ങൾക്ക് പിരിയനും കൂടെ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്തെടുത്താൽ മതിയേ. ഈ ഉഴുന്ന് പരിപ്പ് ഒരു പകുതി ഭാഗമൊക്കെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം, പകുതി മുക്കാലോളം മൂത്ത് കഴിഞ്ഞതിന് ശേഷം മുളകിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ മുളകും കൂടി ആദ്യമേ അതിൻ്റെ കളറങ്ങ് മാറും. ഇനി നമുക്കിതിലേക്ക് ഒരു തുള്ളി, 1-2 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ദേ മുളകിൻ്റെ കളറും മാറിയിട്ടില്ല. ഉഴുന്ന് പരിപ്പ് എന്തായാലും അത്യാവശ്യം തന്നെ നന്നായിട്ടിങ്ങനെ മൂത്തും വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയേ. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കണം. ഇത് ഇച്ചിരി പുളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതേ ചീനിച്ചട്ടിയിൽ തന്നെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും വറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒരു 10 എണ്ണമൊക്കെ മതിയേ. വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചേരുവയിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി മുളക് ചട്നിയാണ് ഇത്. ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് ചേർന്ന് പോകും. അപ്പോൾ ദേ നമ്മുടെ കൂട്ടൊക്കെ ഞാൻ നന്നായിട്ട് നല്ലോണം അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്നെന്ന് പറയുന്നത് തിളയ്ക്കുമ്പം പെട്ടെന്ന് അങ്ങ് കുറുകും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ആവശ്യത്തിന് തന്നെ വെള്ളം ഒഴിച്ചത് നന്നായിട്ടിങ്ങനെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം പുളിവെള്ളം ഞാൻ ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇത്തിരിയും പുളിയല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് പുളിയുടെ കുറവുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. അങ്ങനെ നമ്മുടെ മുളക് ചട്നി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെക്കാമേ. ഇനി നല്ല പഞ്ഞി പോലത്തെ ദോശയുണ്ടല്ലോ, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ചൂട് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനും ഒക്കെ ഇതും, പിന്നെ സൈഡ് ഡിഷായിട്ട് ഒരു വെള്ള ചട്നിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചേർന്ന് പോവേ. ഈ ഒരു ദോശ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഉച്ചയ്ക്കൊക്കെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരം കഴിക്കുന്ന അധികം പുളിയില്ലാത്തൊരു ദോശയില്ലേ, അതാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുവേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഈ ഒരു മുളക് ചട്നി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഇടണേ. നിങ്ങളിടുന്ന ഓരോ കമൻറ്റും എനിക്ക് ഒത്തിരി വിലപ്പെട്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.